ഈ സുഹൃത്ത്, ഈ അധ്യാപകൻ വലിയ ആത്മാഭിമാനം പറയാറുള്ളതാണ് മക്കളെക്കുറിച്ച്. എൻ്റെ മക്കളും ഞാനും തമ്മിൽ ഭയങ്കര സംഭവമാണ് എന്നും മക്കളെ ഞാൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഭയങ്കര സംഭവമായിട്ട് ആണ് എന്നൊക്കെ അവതരിപ്പിക്കാറുള്ള ആ മനുഷ്യൻ്റെ അന്തർധാര ഇങ്ങനെയാണ് എന്നറിഞ്ഞപ്പോഴുള്ള ഒരു തരം മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥ ഒന്ന് ഷെയർ ചെയ്യണമെന്ന രീതിയിൽ തൻ്റെ അധ്യാപകനായ സുഹൃത്തിനെ അദ്ദേഹം പ്രത്യേകം വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾ മക്കളോട് എങ്ങനെയാണ്? വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. മക്കൾക്ക് നിങ്ങളോടോ? അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടെ പോയി? മക്കൾ മറു ചോദ്യമായി ചോദിച്ചത് ഹിറ്റ്ലറോ എന്നാണ്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ അച്ഛനെക്കുറിച്ച്, ഈ പിതാവിനെക്കുറിച്ച് ഹിറ്റ്ലറോ എന്ന് ചോദിക്കേണ്ടി വന്നത്? മക്കളുടെ ഉത്തരം എന്താണെന്നറിയാം? ഞങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ഞങ്ങളോട് പെരുമാറാൻ ഞങ്ങളെ പിതാവിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യം ഞങ്ങളെയല്ല, മറിച്ച് ഞങ്ങൾക്ക് കൂടെ ചേർത്താനുള്ള ചില പ്രത്യേക പ്രശസ്തികളാണ് അദ്ദേഹത്തിന് ആവശ്യം. ഞങ്ങളുടെ മനസ്സെന്താണെന്നറിയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അദ്ദേഹം ഞങ്ങളെ ഇത്ര ക്രൂരമായി സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സദസ്സിൽ ഞാനിത് അവതരിപ്പിച്ചാൽ സ്വാഭാവികമായും രക്ഷിതാക്കളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകും, ഉണ്ടാകണം. എന്താണ് ആ ചോദ്യം? അല്ല പിന്നെ മക്കൾ പഠിക്കണ്ടേ? മക്കൾ ഉഷാറാകണ്ടേ? മക്കൾ ഉഷാറാകാൻ വേണ്ടി നമ്മളിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. അവിടെ എൻ്റെ പരിഹാരം ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു പരിഹാര നിർദ്ദേശം എന്താണെന്നറിയോ? നിങ്ങളെ മക്കളോട് ഈ സമയത്ത് സ്വീകരിക്കേണ്ട സമീപന രീതി ക്വാളിറ്റി ടൈം എന്നതാണ്. എന്താണ് ക്വാളിറ്റി ടൈം? ഇപ്പം ഞാൻ വിശദമായൊന്നും പറയുന്നില്ല, വളരെ ചുരുങ്ങിയ സമയം സംസാരിക്കാൻ പറ്റുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതേ മക്കളോട് പിതാവ് ചോദിക്കുന്നു, അച്ഛൻ ചോദിക്കുന്നു, മക്കളെ നിങ്ങൾക്ക് ആകണം. അതിന് നിലവിലുള്ള ക്ലാസിൻ്റെ നിലവാരം എന്താണ്? നിങ്ങളുടെ ഫീലിംഗ് എന്താണ്? അവിടെ നിങ്ങൾ സംതൃപ്തരാണോ? അതല്ല ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രയാസം നിങ്ങൾ നേരിടുന്നതുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഏത് രീതിയിലാണ് മക്കളെ സഹായിക്കേണ്ടത്? ഇങ്ങനെ ഈ മക്കളോട് ചോദിച്ചിരുന്നെങ്കിൽ, മക്കളുടെ കൂടെ ഇരുന്ന് മക്കൾ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ആ മക്കൾ സംസാരിക്കുമായിരുന്നു. ഉന്നതങ്ങളിലെത്താൻ ആവശ്യമായ നടപടിക്രമങ്ങളും സമീപന രീതികളും പഠന രീതികളെല്ലാം ഈ മക്കൾ തന്നെ ആവിഷ്കരിക്കുമായിരുന്നു. അങ്ങനെയാകുമ്പോൾ മക്കൾക്ക് മനസ്സമാധാനം ഉണ്ടാകും, മക്കൾ ഉന്നതരാകും, മക്കൾ ഉഷാറാകും. ഇത് ഞാൻ പറയുമ്പോൾ ബോധ്യപ്പെടാൻ ചില കാര്യങ്ങൾ കൂടി വേണം. അതെന്താ? മക്കൾ വലുതായി 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എത്തിയിട്ട് തുടങ്ങേണ്ട സംഭവമല്ല പഠനവും രക്ഷിതാവും മക്കളും തമ്മിലുള്ള ബന്ധമൊന്നും. എവിടെ നിന്ന് തന്നെ തുടങ്ങണം? കുഞ്ഞുനാളിലേ തുടങ്ങണം. കുഞ്ഞുനാളിലേ തുടങ്ങണം എന്ന് പറഞ്ഞാലോ, ചെറിയ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയം ഈ കുഞ്ഞിനോട് മാതാവിന്, പിതാവിന് ഉള്ള റിലേഷൻ എങ്ങനെയായിരിക്കണം? അത് പറയുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് പറയണം. ഞാൻ ഈ എൻ്റെ സദസ്സിലുള്ള ബഹുമാന്യരായ രക്ഷിതാക്കളോട്, പ്രത്യേകിച്ച് സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവവും കാഴ്ചപ്പാടും എന്താണ്? 2 ഉത്തരമുണ്ടാകാം. ഒന്ന്, അനറാദിയത്വം, ഞാൻ തൃപ്തയാണ്, ഞാൻ തൃപ്തനാണ്. രണ്ടാമത്തത്, ഞാൻ വളരെ വിഷമത്തിലും സങ്കടത്തിലുമാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് അംഗീകൃതമാണോ? നിങ്ങൾക്ക് സ്വീകാര്യമാണോ? നിങ്ങൾക്ക് കബൂലാണോ? ആക്സെപ്റ്റഡ് ആണോ? എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കണം. അവിടെ വിവാഹ ജീവിതത്തെ അതൊരു ധന്യമായ ജീവിതോത്തരവാദിത്വമാണ് എന്ന ബോധ്യത്തോടെ ഏറ്റെടുക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക മൂല്യമാണ് എന്ന ആ ഒരു ബോധ്യത്തിലാണ് നിങ്ങൾ വിവാഹ ജീവിതത്തെ ഏറ്റെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിയാണ്.
അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ഉത്തരവാദിത്വങ്ങൾ, ഈ ഉത്തരവാദിത്വങ്ങളെയും അവിടെ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും അതൊരു ജീവിത കലയാണ്. ആ ജീവിത കലയെ ഒരു ഉത്തരവാദിത്വമായി സ്വയം സ്വീകരിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വലിയ ശരിയാണ്. ഞാൻ ചെറിയൊരു വാക്കിലത് പറഞ്ഞ് തിരിച്ചു വരാം. വിവാഹത്തിലേക്ക് കടക്കാൻ വേണ്ടി പലരോടും ഇന്ന് രക്ഷിതാക്കൾ സമ്മതം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് പറയാനുള്ള ഉത്തരം നോ, ഇപ്പൊ വേണ്ട എന്നാണ്. ഇപ്പൊ വേണ്ട എന്ന് പറയുന്നതിന് രണ്ട് തരത്തിൽ കാരണമാകുന്നുണ്ട് ആ ഉത്തരത്തിന്. ഒന്ന്, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ, കുറച്ചും കൂടി ആസ്വദിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകൂടി മനസ്സിലാക്കാൻ ഞാനൊരു അനുഭവം ചേർത്ത് പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്രയിൽ എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കല്യാണം, നിക്കാഹ് ചെയ്യുകയോ വിവാഹം ഉറപ്പിക്കുകയോ ചെയ്തു. ചടങ്ങ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത് എന്ന് തീരുമാനിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്കും അങ്ങനെ ആയാൽ മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു പോലും, നമുക്കും അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദാമ്പത്യ ജീവിതം ഒരിക്കലും തൃപ്തികരമല്ല, അതൊരു ഭാരമാണ്, ഒരു പാരയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഒരു പിശകിലകപ്പെട്ടിരിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി നോ പറയുന്ന സഹോദരിമാർക്ക് ഉത്തരം പറയാൻ, ഇങ്ങനൊരു നോ പറയാനുള്ള ഒരു കാരണം, കുറച്ചുകൂടി ആസ്വദിക്കട്ടെ. വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതൊരു വലിയ ഭാരമാണ്, അസഹനീയമാണ്. അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ തെറ്റാണ്. കാരണം ഇതും കഴിഞ്ഞ് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്കല്ലേ പോകുന്നത്. ആ വിവാഹ ജീവിതം ദുരന്തമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ട് നിങ്ങൾ ദുരന്തത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ്, വലിയ തെറ്റാണ്. ഒരാളൊരു തമാശ പറഞ്ഞത് കേട്ടു. ഒരാൾക്കൊരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കല്യാണം. കാരണം കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ. അതൊരു തെറ്റാണ്, ശരിയല്ല. വിവാഹം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകണം. രണ്ടാമത്തൊരു സംഭവം കൂടെ പറയാം, അതായത് നോ പറയാനുള്ള കാരണം. രണ്ടാമത്തത് എന്താണെന്നറിയോ? ഇവർ കാണുന്ന കുറേ അനുഭവങ്ങളുണ്ട്. ഉപ്പ, ഉമ്മ, എളാപ്പ, എളാമ, അല്ലെങ്കിൽ അമ്മായി, അങ്ങനെ തുടങ്ങി തൻ്റെ ജീവിതത്തിലെ അനുബന്ധമായി അടുത്തടുത്ത് കിടക്കുന്ന ഒരുപാട് ദാമ്പത്യങ്ങൾ. ഇവരെല്ലാം കല്ല് കടിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവരെല്ലാം മുഷിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവരെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വയ്യ. ഇതാണ് മറ്റൊന്ന്. ഇതിന് സൊല്യൂഷനായി കാണുന്ന മറ്റൊരു കൗതുകമുണ്ട്, അതും കൂടി പറയാം. ഈ അടുത്തൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹത്തിലേക്കില്ല, ഞാൻ വിവാഹത്തിലേക്ക് എപ്പോഴേ വരുള്ളൂ എന്നറിയോ? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണത്തിനുള്ളൂ എന്ന് ഒരു പെൺകുട്ടി പറയും. അതെന്തേ കാരണം? അവർ പറഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായ ഒരു പ്രൊഫൈല് വേണം. അഥവാ ഞാൻ ഇന്ന ആളുടെ മകളാണ് എന്ന പ്രൊഫൈൽ ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, ഞാൻ അതിൽ സംതൃപ്തയല്ല. ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സംതൃപ്തിയില്ല. എനിക്ക് ഞാനായിട്ടൊരു പ്രൊഫൈല് വേണം. അതുകൊണ്ട് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലിയായി എനിക്കാവശ്യമുള്ള കാര്യം എനിക്ക് സ്വയം സാധിക്കുന്നൊരു പശ്ചാത്തലം വന്നതിന് ശേഷമേ ഞാൻ വിവാഹത്തിനുള്ളൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഞാൻ അതിൻ്റെ ജാമ്യം കൂടി മുന്നിലിട്ട് പറയാം. ഒരു സ്ത്രീക്ക് സ്വന്തമായി ജീവിക്കാൻ ആവശ്യമായ ജീവിത വരുമാനം സ്വന്തമായി ഉണ്ടാകുന്നത് ഒരിക്കലും അനഭിലഷണീയമല്ല, അനുചിതമല്ല. മറിച്ച്
വിവാഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്വന്തമായി വരുമാനമുണ്ടാകണം, സ്വന്തമായി പ്രൊഫൈൽ ഉണ്ടാകണം എന്നതാണെങ്കിൽ നിങ്ങൾ പിശകിൽപ്പെട്ടിരിക്കുന്നു. ആ വിഷയത്തിൽ നിങ്ങൾ റോങ് സൈഡിലാണ് നിങ്ങളെ വണ്ടി കിടക്കുന്നത്. അവിടെ എന്താ ശരി? വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത് ഒന്ന് നിങ്ങളുടെ സ്കില്ലുകളാണ്. എങ്ങനെ ഒരു ഭർത്താവിനോട്, എങ്ങനെ ഒരു കുടുംബത്തോട് സന്തോഷത്തോടെ ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന ബോധ്യമാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ്. നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽ അതാണ്. അതിനേക്കാളും വലിയ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഈ ആകാശത്തിന് ചുവട്ടിൽ വിവാഹ ജീവിതത്തിന് വേണ്ടി നേടാൻ ഇല്ല. ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് തുടങ്ങിയിടത്ത് തന്നെ ഞാൻ പറയാമെന്ന് ഏറ്റെടുത്ത് തിരിച്ചു വരും. ഒരു സഹോദരി ഹാപ്പി സോണിൻ്റെ ലൈഫ് എൻറിച്ച്മെൻറ്റ് ട്രെയിനിങ് എന്ന ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സിറ്റിങ്ങിലിരിക്കുന്ന സമയത്ത് ഈ സഹോദരി പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി, എനിക്കൊരു കുഞ്ഞുണ്ട്, 1.5 വയസ്സുള്ള മോനാണ്, 1.5 2.5 വയസ്സുള്ള മോനാണ്. എൻ്റെ ജീവിതം, ആ സഹോദരി ഇങ്ങനെ പറഞ്ഞത് കുറേ സമയമെടുത്ത് പറഞ്ഞത്, അങ്ങനെ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്കും പ്രയാസാകും എനിക്കും പ്രയാസാകും, അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയാം. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിയുന്ന ദിവസം വല്ലാതെ സന്തോഷിച്ചു. എൻ്റെ സഹപാഠികൾ പലരും വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തീരെ കരച്ചിൽ വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ സന്തോഷം എന്തായിരുന്നു എന്നറിയോ? എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നതാണ്. ഞാനത് കൗതുകത്തോടെ കേട്ടു. അടുത്തത് അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പോൾ എൻ്റെ ഭർത്താവിനൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം അള്ളാഹു പടച്ചതാണ് എന്നാണ് ഞാൻ കരുതുന്നത്, എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എനിക്കിഷ്ടമാണ് ഷവർമ്മ. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഷവർമ്മ വല്ലപ്പോഴും ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിലെ ഒരു പീസ് പോലും എനിക്ക് കിട്ടാതിരിക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ